ഭൂമിയിലെ വിരുന്നുകാർ. നിലാവുള്ള രാത്രി. ഇരമ്പലോടെ ഒരു ബഹിരാകാശ വാഹനം കോഴിക്കോടിനടുത്ത് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി. അതിൽ നിന്ന് 2 യാത്രക്കാർ പുറത്തിറങ്ങി. വലിയ ഉണ്ടക്കണ്ണുകൾ, നീണ്ട ചെവികൾ, ചെറിയ മൂക്ക്, ഇടതൂർന്ന് വളർന്ന മുടി. ഉടൽ കണ്ടാൽ പക്ഷിയാണോ എന്ന് തോന്നും. ചെറിയ കൈകളും കാലുകളും, കൂടെ ഒരു വാലും. ഡങ്കായിയും ഇങ്കായിയുമാണവർ, 2 ഗുണ്ടുമണികൾ. വിദൂരമായ ഒരു ഗ്രഹത്തിൽ നിന്നാണ് അവരുടെ വരവ്. ഇവിടെയാണ് പണ്ട് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. ഡങ്കായി അവിടെ കണ്ട സ്തൂപത്തിൽ എഴുതിയത് വായിച്ച ശേഷം പറഞ്ഞു. ആരാണ് വാസ്കോഡ ഗാമ? ഇങ്കായി ചോദിച്ചു. ഹാ, നിനക്ക് ഭൂമിയുടെ ചരിത്രം അറിയില്ലേ? ഇല്ല അല്ലേ? ഇവിടെ അധിവസിക്കുന്ന മനുഷ്യൻ പരസ്പരം കൊന്നും കീഴടക്കിയും കഴിയുന്നവരാണ്. വാസ്കോഡ ഗാമ ഈ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നിന്നും കച്ചവടം ചെയ്യാൻ ഇവിടെ വന്നു പണ്ട്. പിന്നെ ഇവിടെയുള്ള മനുഷ്യരെ കീഴ്പ്പെടുത്തി. കഷ്ടം, അയാൾ വന്നിടത്ത് തന്നെയാ നമ്മളും വന്നത്. ഇങ്കായിക്ക് സങ്കടമായി. പക്ഷേ നമ്മൾ ഭൂമിയെ കീഴ്പ്പെടുത്താൻ വന്നവരല്ല, ഡങ്കായി ഉറക്കെ പറഞ്ഞു. അതെ, നമ്മൾ മനുഷ്യരെ കൊല്ലാൻ വന്നവരുമല്ല, ഇങ്കായിയും പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെല്ലാം സ്നേഹിച്ചും സഹകരിച്ചും കഴിയാൻ ആഗ്രഹിക്കുന്നവർ, ശാന്തിദൂതന്മാർ നമ്മൾ. ഡങ്കായിയും ഇങ്കായിയും ഒന്നിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ വന്നതോ? ഇങ്കായി ചോദിച്ചു. എനിക്കെൻ്റെ മുടി വെട്ടിക്കണം. ഡങ്കായി പറഞ്ഞു. എനിക്കും. പിന്നെ എനിക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങണം, ഇങ്കായിയും പറഞ്ഞു. അത്രയ്ക്ക് ചെറിയ കാര്യമേ ഉള്ളൂ. 2 ആൾക്കും വൃത്തിയായിട്ട് മുടി വെട്ടണം. അവരുടെ ഗ്രഹത്തിൽ മുടി വെട്ടാൻ ബാർബർമാരൊക്കെയുണ്ട്. പക്ഷേ ഭൂമിയിലെ ബാർബർമാരെ പോലെ വെടിപ്പിലും ഭംഗിയിലും മുടി വെട്ടാൻ അവർക്കറിയില്ല. ഈ ഗാലക്സിയിലെ മികച്ച ബാർബർമാർ ഉള്ളത് ഭൂമിയിലാണെന്ന് അവർക്കറിയാം. പിന്നെ ഇങ്കായിക്കൊരു ഉടുപ്പ് കൂടി വേണം. ഭൂമിയിലെ മനുഷ്യൻ ചന്തമുള്ള ഉടുപ്പ് ധരിക്കുന്ന കാര്യം അവനോട് പറഞ്ഞത് ഡിംഗ്ലു എന്ന ചങ്ങാതിയാണ്. ഒരൊഴിവുകാലത്ത് സമീപത്തെ ഒരു ഗ്രഹത്തിൽ കളിക്കാൻ പോയപ്പോഴാണ് ഇങ്കായി ഡംഗ്ലുവിനെ പരിചയപ്പെട്ടത്. ഡിംഗ്ലു ഒരിക്കൽ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവനെ നീന്താൻ പഠിപ്പിച്ച ഒരു കൂട്ടുകാരിയുണ്ട് ഇവിടെ, അമ്മിണിക്കുട്ടി. ഭംഗിയുള്ള ഉടുപ്പുകളാണത്രേ അമ്മിണിക്കുട്ടിക്ക്. നിനക്ക് ഉടുപ്പ് വാങ്ങാൻ കട എവിടെ? ഡിങ്കായി ചുറ്റും നോക്കി. നമുക്ക് മുടിവെട്ടാൻ ബാർബർ ഷാപ്പ് എവിടെ? ഇങ്കായിയും അതുതന്നെ ചോദിച്ചു. ഇരുമ്പുന്ന കടലും കുറെ തെങ്ങുകളും നിലാവിൽ മങ്ങിക്കാണുന്ന കുറെ വീടുകളും മാത്രമേ അവിടെ കാണാനുള്ളൂ. നീ അത് കണ്ടോ? ഡങ്കായി ദൂരേക്ക് വിരൽ ചൂണ്ടി. ഹായ്, വെളിച്ചം. വാ, നമുക്കവിടെ ചോദിക്കാം. കൂട്ടുകാർ 2 പേരും കടൽ തീരത്തുകൂടി തെക്കോട്ട് നടന്നു. കുറെ നടന്നപ്പോൾ അവർ വെളിച്ചം കണ്ട കുടിലിന്റെ മുമ്പിലെത്തി. അതൊരു മീൻപിടുത്തക്കാരന്റെ കുടിലാണ്. ഡങ്കായി വാതിലിൽ മുട്ടി. കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി ഒരാൾ വന്നു വാതിൽ തുറന്നു. ഇവിടെ എങ്ങാനും നന്നായി മുടിവെട്ടുന്ന സ്ഥലമുണ്ടോ? ഡങ്കായി ചോദിച്ചു. മീൻപിടുത്തക്കാരൻ വിളക്ക് മുന്നോട്ട് നീട്ടി അതിഥികളെ നോക്കി. അടുത്ത നിമിഷം അയാൾ ഉറക്കെ നിലവിളിച്ചു. ഒപ്പം തന്നെ പിന്നോട്ട് മലർന്നു വീഴുകയും ചെയ്തു. വിളക്കാണെങ്കിൽ അണഞ്ഞുപോയി. എന്താ, എന്തുപറ്റി? ഇങ്കായി ചോദിച്ചു. മിണ്ടാതിരിക്ക്. ഭൂമിയിൽ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ആളുകൾ പരസ്പരം ബഹുമാനിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഡങ്കായി മന്ത്രിച്ചു. ശരിയായിരിക്കും, ഇങ്കായിക്കും തോന്നി. ഡിംഗ്ലു ഭൂമിയിലെ ആചാര രീതികളെക്കുറിച്ചൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. ചോദിക്കാതിരുന്നത് കഷ്ടമായി അവൻ വിചാരിച്ചു. ഈ സമയം ഒരു സ്ത്രീ വിളക്കുമായി അകത്തു നിന്നും വന്നു. അയാളുടെ ഭാര്യയാകും. നമുക്കാദ്യം തന്നെ അവരെ അഭിവാദ്യം ചെയ്യാം, എന്താ? ഇങ്കായി ഡങ്കായിയോട് മെല്ലെ ചോദിച്ചു. ഊവ്വ്. സ്ത്രീ വാതുക്കലെത്തേണ്ട താമസം. അതിഥികൾ 2 പേരും നേരത്തെ പുരുഷൻ അഭിവാദനം ചെയ്ത രീതിയിൽ ഉറക്കെ നിലവിളിച്ചു. എന്നിട്ട് പിന്നോട്ടേക്ക് മലർന്നു വീണു. ആ സ്ത്രീയും ചെയ്തത് അതുതന്നെയായിരുന്നു.